2016 ഭരണത്തിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് ഓടിപ്പിടിച്ച് ഗൾഫിൽ പോയിട്ട് പറഞ്ഞു അവിടെ തൊഴിലൊക്കെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ട മലയാളികൾക്ക് തിരിച്ചിവിടെ വന്നാൽ മതി 6 മാസത്തെ ശമ്പളം ഞാൻ തരുമെന്ന മുഖ്യമന്ത്രി അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അവിടെ ചെന്ന് മൈക്ക് കെട്ടി വെച്ച് പ്രസംഗിച്ചത്. ഇതുവരെ ഒരു പ്രവാസിക്കും കോവിഡിൻ്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു വന്നവനും ഒരുത്തിന് പോലും ഒരു 10 പൈസയുടെ ഉപകാരം ഈ 6 മാസം ശമ്പളം പോയിട്ട് ഒരു ദിവസത്തെ കൂലി പോലും കൊടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചില്ല. പക്ഷെ അന്നത് പറഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാവ് പിണറായി വിജയൻ ഇതുപോലെ പറയാൻ മറ്റൊരു മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? കൃത്യമായ PR വർക്കായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് 2016 അത് കഴിഞ്ഞിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതായത് 2018 കോടികൾ മുടക്കിയിട്ട് വൻമതിൽ അതായത് വനിതാ മതിൽ നടത്തി. അതിനും ദേശീയ മാധ്യമങ്ങളിൽ ഭയങ്കര PR ആയിരുന്നു. ഫാസിസത്തിനെ എതിർക്കാൻ ലിംഗനീതിക്ക് വേണ്ടിയിട്ട് കേരളത്തിലല്ലാതെ പിണറായി വിജയനല്ലാതെ വേറെ ആർക്കും ഇതുപോലെ ഒരു വനിതാ മതിൽ നടത്താൻ സാധിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അതിന് 50 കോടി ചിലവായില്ല എന്നുള്ളതൊക്കെ തർക്കമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025 എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അയ്യപ്പ സംഗമം നടത്തി. അന്ന് ആ വൻമതിലിനെ എതിർത്ത സുകുമാരൻ നായരിനെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടത്തി ഇരുത്തിക്കൊണ്ട് ആചാര സംരക്ഷണം നടത്തുന്ന PR വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ അതിനോടനുബന്ധിച്ച് പറഞ്ഞു നായർ മുതൽ നായാടി വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിർത്തി ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ടിട്ടുള്ള ഏക അല്ലെങ്കിൽ ഇനിയുള്ള ഒരു നവോത്ഥാന നായകൻ എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് നവോത്ഥാന സമ്മേളനം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നവോത്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ദളിതരായിട്ടുള്ള ചില തിങ്കേഴ്സിന് മനസ്സിലായി ഇത് നവോത്ഥാനം ഒന്നുമല്ല, ഇത് PR വർക്കാണെന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്രളയം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് 55,000 പേരെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ രക്ഷിക്കാൻ സാധിച്ചത്. അവരെ കേരള സൈന്യം ഒന്ന് വിളിച്ചു. അതിന് മേളിൽ ഞാൻ രക്ഷകനെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നിട്ട് ആ രക്ഷിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു വന്നതിന് ഫ്യൂവൽ കാശ് പോലും കൊടുക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ ഫ്യൂവൽ കാശ് കിട്ടാത്തതിൻ്റെ പേരിൽ ഇവിടെ ആ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ മത്സ്യത്തൊഴിലാളികളെ എനിക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിപ്പ വന്നപ്പോൾ ആദ്യത്തെ നിപ്പ വന്നപ്പോൾ എന്താ പറഞ്ഞ് 20 പേരിൽ രോഗികളുണ്ട്, നമ്മൾ എല്ലാവരെയും ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട്, നിപ്പയെ ചവിട്ടിപ്പിടിച്ചു. ഭയങ്കര PR വർക്ക്. അന്ന് 20+ രോഗികളുണ്ടായിരുന്നെങ്കിൽ അന്ന് 18+ രോഗികൾ മരിച്ചു. ഇപ്പോഴും നിപ്പ എല്ലാ വർഷവും വരുന്നുണ്ട്. അതിൻ്റെ ഉറവിടം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ ലോകത്തെങ്ങും ഇല്ലാത്തൊരു അസുഖം കേരളത്തിലുണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരം. അതിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്തൊക്കെ PR ആയിരുന്നു. നമ്മൾ കുട പിടിച്ച് നിൽക്കുന്നു, PR വെച്ചിട്ട് ചവിട്ടി നിർത്തുന്ന നിപ്പയെ നമ്മൾ തൂത്തുവാരി ഓടിച്ചു. ഫുള്ള് PR. എൻ്റെ ഫിഗർ, എൻ്റെ തല, എൻ്റെ ഫ്ലെക്സ്. അത് കഴിഞ്ഞ് വന്നപ്പം കോവിഡ് വന്നപ്പോൾ പറഞ്ഞു കോവിഡിന് ഇതുപോലെ നിയന്ത്രിച്ച് ഇതുപോലെ ആട്ടിപ്പായച്ച് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനമില്ലെന്ന്. അവസാനത്തെ കണക്കെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിത മരണം ഉണ്ടായത് കേരളത്തിലാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. അവരുടെ ജനസംഖ്യ 5 കോടി, നമ്മുടെ ജനസംഖ്യ 3 കോടിയേ ഉള്ളൂ. എന്നിട്ട് പോലും നമ്മൾ 2ാം സ്ഥാനം പിടിച്ചു. അതൊരെണ്ണം. ഇതിൻ്റെ ഇടയ്ക്ക് 1ാം സർക്കാരിൻ്റെ സമയത്ത് പറഞ്ഞു 64,000 കോടി മുടക്കി ഞങ്ങളിവിടെ കിബി കൊണ്ടുവരാൻ പോവുകയാണ്, ഇവിടെ മൊത്തം വികസനം കൊണ്ടുവരാൻ പോവുകയാണ്. അന്നേ ഞാൻ പറഞ്ഞതാ ഈ വികസനം കൊണ്ടുവരുന്നെന്ന് പറയുന്നതിന് ഒരു ഓഡിറ്റിങ്ങും ഇല്ല. പാലങ്ങൾ പൊളിയും, റോഡുകൾ പൊളിയും, സ്കൂളുകൾ പൊളിയും എന്ന് പറഞ്ഞു. അത് ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുക. അന്ന് ഫുൾ പേജ് പരസ്യങ്ങളായിരുന്നു കേരളത്തിലെ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും. 64,000 കോടിയുടെ വികസനം കിബിയിലൂടെ പുതിയ മോഡൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് K-ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ K-ഫോണിലൂടെ 20 ലക്ഷം ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും, എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇന്നത്തെ വാർത്ത K-ഫോണിൻ്റെ കടത്തിന് മൊറട്ടോറിയം കിബി പ്രഖ്യാപിച്ചിരിക്കുന്ന. അന്ന് K-ഫോൺ പദ്ധതി കൊണ്ടുവന്ന് റിലയൻസിനെ എയർടെലിനെ ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞ തോമസ് ഐസക് അന്നത്തെ ധനമന്ത്രി ആ PR എല്ലാം നടത്തിയിട്ട് ഇപ്പോൾ പുള്ളി മറ്റേ ഈ തൊഴിലിങ്ങനെ വാരി വിതറുന്നതിൻ്റെ ഇടയിൽ റിലയൻസിൽ സിം കാർഡ് വിൽക്കാനാണ് കുടുംബശ്രീക്കാരെ ജോലി ഏർപ്പാടാക്കി കൊടുത്തിട്ട് അതിൻ്റെ കണക്ക് പോലും ഒരു നാണവും മാനവും ഇല്ലാതെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹം. ഇതിനിടയിൽ സൗജന്യ ലാപ്ടോപ്പ്, എല്ലാ കുട്ടികൾക്കും സൗജന്യ ലാപ്ടോപ്പ്, ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് പൂട്ടിപ്പോകും, HP-യുടെ ലാപ്ടോപ്പ് പൂട്ടിപ്പോകും, മാക് ബുക്ക് പൂട്ടിപ്പോകും. കേരളത്തിലെ കൊക്കോണിക്സ് എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് ഇറക്കി. അതിനും പിണറായി വിജയൻ്റെ തല, പിണറായി വിജയൻ്റെ ഫിഗർ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരേ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ, ആ ലാപ്ടോപ്പിനെ കുറിച്ച് കുറ്റം പറയും, ഒരു സ്വിച്ച് മാത്രം വർക്ക് ചെയ്തിട്ടില്ല. അത് ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് മാത്രമാണ് വർക്ക് ചെയ്തത്. ഇതിനിടയ്ക്ക് സീവേജ് ക്ലീനിങ്. ഇനി മേലാ കേരളത്തിലെ മാലിന്യ കുഴികളിൽ ഇറങ്ങുന്നവർ മരിക്കത്തില്ല, നമ്മൾ റോബോട്ടിന് ഇറക്കിയിട്ടുണ്ട്, റോബോ കൂട്ടുന്ന കണ്ടാൽ പറഞ്ഞ് റോബോട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനും PR. ഈ കഴിഞ്ഞ ആഴ്ച കട്ടപ്പനയിൽ 3 തമിഴ് തൊഴിലാളികളാണെന്ന് തോന്നുന്നു, 3 പേര് മരിച്ചിട്ടുണ്ട് മാലിന്യ കുഴി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം. കുറച്ച് നാൾ മുമ്പ് നമുക്ക് ആമേഴഞ്ചാം തോട്ടിൽ ഒരാൾ മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ റോബോ കൂട്ടും അന്നത്തെ PR വർക്കും അന്നത്തെ ഫ്രണ്ട് പേജ് പരസ്യം അവിടെ പോയി.
അത് കഴിഞ്ഞ് കോടികൾ മുടക്കി നവകേരള സദസ്സ് നടത്തി. അന്നൊരു ബസ് 1 കോടി മുടക്കി മേടിക്കുകയും ചെയ്തു. അന്നത്തെ മന്ത്രി കെ ബാലൻ പറഞ്ഞത് ഈ ബസ് കാണാൻ ആൾക്കാർ മ്യൂസിയത്തിൽ വരും, ഞങ്ങൾ ഈ ബസ് അവിടെ വെക്കാണ്. ആ ബസ് ഇപ്പോൾ ഏത് കണ്ടം ചെയ്ത വർക്ക്ഷോപ്പിലാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് 27 കോടി മുടക്കി കേരളീയം നടത്തി. അത് എന്തിനായിരുന്നു? നിക്ഷേപ സമാഹരണം എന്ന് പറഞ്ഞു. കോടികൾ അങ്ങ് ഒഴുകുകയായിരുന്നു. 1 മിനിറ്റ് തീർത്തേക്കാം. അന്ന് 27 കോടി എങ്ങാണ്ട് മുടക്കി നടത്തി. അവിടെ രാമശ്ശേരി ഇഡ്ഡലി തൂക്കിയിടുന്നു, ആദിവാസി നൃത്തം അവതരിപ്പിക്കുന്നു, നിക്ഷേപം ഉത്സവം നടത്തി കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു നിക്ഷേപം വന്നില്ല. കേരളത്തിൽ എല്ലാ കൊല്ലവും 1 ലക്ഷം 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടാവും. എന്നാൽ ഒരു പണിയും ഒരു പ്രോജക്റ്റ് നടക്കത്തില്ല, മുന്നോട്ട് പോകത്തുമില്ല. ബലത്തിൽ ഒരു 10,000 കോടിയുടെ എന്തെങ്കിലും പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ അതേസമയം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 6.6 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. അതെല്ലാം പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ PR-ന് ഒരു കുറവുമില്ല, ഉത്സവം നടത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി വർഷാവർഷം ലോ കേരള സഭ നടത്തിക്കൊണ്ടിരിക്കും. അതിന് 1 കോടി 2 കോടി 3 കോടി 5 കോടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ലോ കേരള സഭ. അവിടെയും വികസനവും ഇൻവെസ്റ്റ്മെൻറ്റും PR-ഉം ഏജൻസിയും ഫ്ലക്സും ബോർഡും കേരളം വികസിക്കുന്നു, നവകേരളം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതിനിടയിൽ 22 വിദേശ യാത്രകൾ നടത്തി. ഓരോ യാത്രയ്ക്കും പറഞ്ഞ് വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലെക്സ് അടിച്ചു, പ്രസ് റിലീസ് ഇറക്കി. അവസാനം ന്യൂയോർക്കിൽ പോയിട്ട് വരെ ലോ കേരള സഭ നടത്തി. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു. ഇപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റൂമിലും റിവർ കയറുന്നല്ലാതെ റിവറിനൊരു റൂമും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ കൂടെ വികസനം കടൽ കൊള്ളയാണെന്ന് പറഞ്ഞു, വിഴിഞ്ഞം വികസനം കടൽ കൊള്ളയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് വികസനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ട് അഡാനി പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു. എന്നിട്ട് എന്താ വിഴിഞ്ഞത്ത് സംഭവിച്ചത്? അവിടെ നിന്ന് ചരക്ക് കയറ്റിപ്പോയ 2 കപ്പൽ മുങ്ങി. ആ 2 കപ്പൽ മുങ്ങിയതുകൊണ്ട് ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. അവരുടെ പ്രൊപ്പല്ലറുകൾ കേടാകുന്നു, അവരുടെ വലകൾ കേടാകുന്നു. ഇതാണ് പിണറായി വിജയൻ്റെ വികസനം. ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ തൊഴിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അപ്പോൾ എന്നാൽ പിന്നെ തൊഴിൽ പ്രശ്നത്തിന് നടപടി ക്രിമിനൽ ആക്ട് അനുസരിച്ച് എടുക്കുക എന്നുള്ളതല്ലാതെ ഉടനെ കോൺക്ലേവ് നടത്തും. ഉത്സവം നടത്തിപ്പ് മാത്രമേ പരിപാടിയുള്ളൂ. കോൺക്ലേവ് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടത്തെടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റായിട്ട് അയ്യപ്പ സംഘവും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാലിനെ വെച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം. അബ്ജോദ് പറഞ്ഞത് PR വിജയനാണോ എന്നുള്ളത്. ഞാൻ PR വിജയനായിട്ട് കാണുന്നില്ല. ഞാൻ കാണുന്ന മോഡ് മുഖ്യമന്ത്രിയുടെ ഒരു മോഡുണ്ടല്ലോ, ഏത് മോഡ് എന്നൊക്കെ ചോദിക്കുന്നില്ലേ, ആ മോഡ് എന്താണെന്നറിയോ? കണിമംഗലം ജഗന്നാഥൻ്റെ മോഡാണ്. 6-ാം തമ്പുരാനിലെ ഉത്സവം നടത്തുക, എൻ്റെ തല എൻ്റെ ഫിഗർ നടത്തിയിട്ട് കഴിഞ്ഞ 8, 10, 9 കൊല്ലത്തിനിടയിൽ ഒരു ഗവേണൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ചോദിച്ചാൽ 2 കാരണങ്ങൾ വെച്ചിട്ടാണ്, 2 ഘടകങ്ങൾ വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ഒന്ന് ഔട്ട്പുട്ട് എന്ന് പറയും, ഒന്ന് ഔട്ട്കം എന്ന് പറയും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമ്പാക്റ്റാണ്. ഈ എണ്ണം വെച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. അത് ചില വകുപ്പുകൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ മതി. ആഭ്യന്തര വകുപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് സൈബർ ഡോമിൽ അവാർഡ് കിട്ടുന്നു, നമുക്ക് മികച്ച പോലീസ് സ്റ്റേഷനുകളുണ്ട്, പെയിൻ്റ് അടിച്ച പോലീസ് സ്റ്റേഷനുകളുണ്ട്, പുതിയ വണ്ടികൾ വാങ്ങിക്കുന്നു. ഇത് ഔട്ട്പുട്ടാണ്. എണ്ണം, എത്ര വണ്ടി വാങ്ങിച്ചു, എത്ര പോലീസ് സ്റ്റേഷനിൽ പെയിൻ്റ് അടിച്ചു. പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാമോ? ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് പ്രഷർ കൊണ്ട് 80+ പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു ഭരണ സംവിധാനമാണ് 1-ാം പിണറായി സർക്കാരിലും 2-ാം പിണറായി സർക്കാരിലും. ഒരു കൊല്ലം 2 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്ന കേരളമാണ്. കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ 16 പേര് കസ്റ്റഡി മരണത്തിൽ മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഔദ്യോഗിക റിപ്പോർട്ട് പോലും. ഇതിൻ്റെ ഇടയിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് തെരുവുകളിൽ. ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലായിരുന്ന പഞ്ചാബ് മാറിയിട്ട് ഇപ്പോൾ കേരളമാണ് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലായി മാറിയിട്ടുള്ളത്. ഇതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഔട്ട്കം. അപ്പോൾ ഔട്ട്കം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണ് ആഭ്യന്തര വകുപ്പ്. ഇനി ആരോഗ്യ വകുപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? ഭയങ്കര റേറ്റിങ്ങും റാങ്കിങ്ങും ഒക്കെയാണ്. എന്നാൽ ഔട്ട്കം എന്താണ്? കൊച്ചിന് കയ്യിൽ എന്തോ ഒരു അസുഖം വന്ന് കൈയൊന്ന് ഒടിഞ്ഞു എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പഴുപ്പുണ്ടോ ഇല്ലോ എന്ന് പോലും നോക്കാതെ അത് കെട്ടിവെച്ച് കൊടുത്തു വിട്ടിട്ട് അവസാനം ആ കൊച്ചിൻ്റെ കൈ മുറിച്ച് കളയാന്നൊരു കൊച്ച് 9 വയസ്സുള്ള കൊച്ച് ആശുപത്രിയിൽ നെഞ്ചുവേന എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചികിത്സയ്ക്ക് പോയ ഒരു സ്ത്രീയുടെ അടുക്ക് അകത്ത് ഗൈഡ് വയർ ഇട്ട് കുത്തിക്കയറ്റി വിട്ടിട്ട് പോയ ആശുപത്രിക്കാരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ പണ്ട് പ്രസവിക്കാൻ പോയിരുന്ന സ്ത്രീയുടെ വയറ്റിൽ കത്രിക മൂടി വെച്ച് കെട്ടിവെച്ചിട്ട് വിട്ടവരാണ് ഈ ഔട്ട്കം എന്ന് പറയുന്നത്. ഇവിടുത്തെ തന്നെ ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്, മരുന്ന് ഞാൻ രോഗികളോട് പറയുകയാണ്, അവർ വാങ്ങിച്ചുകൊണ്ട് വരും, എക്യുപ്മെൻറ്റ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, സൂചി നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, നൂല് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ആരോഗ്യരംഗത്തിൻ്റെ ഔട്ട്കം എന്താണ്? സാധാരണ ജനത്തിൻ്റെ ഔട്ട്കം എന്താണ്? 0, മോശമാണ്. ഇനി കാർഷിക രംഗം എന്ന് എടുത്ത് വെച്ച് നോക്കിക്കുക, ഔട്ട്പുട്ട് എന്താണ്? കൃഷി ഉത്സവം നടത്തുന്നു, പുന്നൽ അരി വിളയിക്കുന്നു, ഞങ്ങൾ അവിടെ കൃഷി കൊണ്ടുവരുന്നു, ഇവിടെ കൃഷി വരുന്നു, എണ്ണം കാണിക്കുന്നു, ഹെക്ടർ കാണിക്കുന്നു, കൃഷി കൂടിയെന്ന് പറഞ്ഞ് ഹെക്ടർ കാണിക്കുന്നു. പക്ഷേ ഔട്ട്കം എന്താണ്? കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ഇനി ഔട്ട്കം വേറെ ഔട്ട്കം പറയാം, മലയോര കർഷകരുടെ കാര്യം. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ
കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ 460 മലയാളികളാണ്. അതായത് ഈ മലയാളികൾ മലയോര കർഷകരാണ്. അവരാണ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ കൊല്ലപ്പെട്ടത്. അതാണ് ഇതിനകത്ത് ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഓർത്ത് നോക്കിയാൽ, വിദ്യാഭ്യാസം എന്താണ്? എല്ലാ സ്കൂളിലും പെയിൻ്റ് അടിച്ചു, എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ വെച്ച്. ഇത് ഔട്ട്പുട്ട്. എന്നാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് പാമ്പ് കടി അടിച്ച് മരിക്കും, അല്ലെങ്കിൽ സ്കൂളിൻ്റെ മണ്ടയിൽ കൂടി പോകുന്ന കറണ്ട് മുമ്പ് ശരിയായിട്ട് കെട്ടാത്തതുകൊണ്ട് കൊച്ചെങ്ങാനും ചെരുപ്പെടുക്കാൻ കയറി തട്ടി ആ കൊച്ചു മരിക്കും. അപ്പോൾ സാധാരണ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പരിഹരിക്കാൻ നമ്മൾ ഈ വിദേശ സ്വകാര്യ അത് പറയാം. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തോട്ട് വരുമ്പോൾ എന്താണ്? അയ്യോ, കേരള യൂണിവേഴ്സിറ്റിക്ക് വീണ്ടും നാക്കിൽ 1ാം റാങ്കിങ്, MG യൂണിവേഴ്സിറ്റിക്ക് റാങ്ക്, ആ യൂണിവേഴ്സിറ്റിക്ക് റാങ്ക്, ഈ യൂണിവേഴ്സിറ്റിക്ക് റാങ്ക്. 2018-നും 2023-നും ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് 1.3 ലക്ഷത്തിൽ നിന്നും 2.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളം വിട്ടിട്ട് വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഇനി ആ ഓടിപ്പോയ വിദ്യാർത്ഥികൾ യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ചേരികളിൽ താമസിച്ച് സൈക്കിൾ കൊറിയർമാരായിട്ട് ഗിഗ് എക്കോണമിയിലെ ഡെലിവറി ബോയ്സ് ആയിട്ട് എങ്ങനെങ്കിലും പഠനം പൂർത്തിയാക്കി തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുക. കേരളത്തിലെ ബാങ്കുകളിലെ കിട്ടാക്കടത്തിൻ്റെ ഏറ്റവും വലിയ വിഹിതം എന്ന് പറയുന്നത് ഈ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ ഇവിടെ നിന്ന് എടുത്ത ലോണാണ് ഏറ്റവും വലിയ വിഹിതം എന്ന് പറയുന്നത്, വിദേശ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത്തരം ഔട്ട്പുട്ടുകൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഔട്ട്കമ്മുകൾ എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഈ PR വർക്ക് നടത്തിയിട്ട് എൻ്റെ ഫിഗർ മാത്രം